ഹെയറിന്റെ ഹെൽത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഡയറ്റിൽ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് മുട്ടയുടെ വെള്ള, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ പോലെയുള്ള, അതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോ, ഗ്രൗണ്ട് നട്ട്സ്, പലതരം നട്ട്സ്, സീഡ്സ് ഒക്കെ നല്ലതാണ് ഹെയറിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അതായത് എല്ലാ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ജങ്ക് ഫുഡ്സ്, അതുപോലെ ഷുഗർ റിച്ച് ഫുഡ്സ്, മൈദ പോലെയുള്ള റിഫൈൻഡ് ഫുഡ് ഐറ്റംസ് റെഡ്യൂസ് ചെയ്യാനും കൂടെ നോക്കുക. സെക്കൻഡ് തിങ് ഇസ്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഹെയർ ഫോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കോസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നടത്തുക. നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. PCOD പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. തൈറോയ്ഡ് ഇഷ്യൂസ് കറക്റ്റ് ചെയ്യുക. ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൺട്രോൾ ആക്കി കീപ്പ് ചെയ്യുക. അതായത് ജനറൽ മെഡിക്കൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെയർ ഹെൽത്ത്. പിന്നെ ഉള്ളത് ഹെയറിന്റെ പ്രാക്ടീസ്, അതായത് ഹെയർ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ, സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് യൂസ് ചെയ്യുക. അതുപോലെ ഹെയർ സ്ട്രൈറ്റ്നസ് പെർമനന്റ് ആയിട്ടാണെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ടെമ്പററി ആണെങ്കിലും അത് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഹെയറിന്റെ കെയർ ആയിട്ടുള്ള ഹെയർ സീറംസ് അപ്ലൈ ചെയ്യുക. ചെറിയ ഹെയർ ഫോൾസ് ഒക്കെ ആണെങ്കിൽ ഹെയർ സീറംസും ബയോട്ടിൻ സപ്ലിമെന്റ്സും കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഹെയർ മസാജ്, സ്കാൽപ്പ് മസാജിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇൻക്രീസസ് ദ ബ്ലഡ് ഫ്ലോ ടു ദി സ്കാൽപ്പ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നന്ദി മുടി ചെയ്യുക, നന്ദി മുടി കെട്ടി വെക്കുക, അങ്ങനത്തെ ഉള്ള പ്രാക്ടീസസും അവോയ്ഡ് ചെയ്യുക.